Hi friends, നിങ്ങൾ തമ്പനയിൽ കണ്ടുതന്നെ നിങ്ങൾക്ക് വീഡിയോ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ആനപ്പിണ്ടത്തിൽ നിന്ന് ഗ്യാസ് നിർമ്മിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആട്ടോ ഇന്നത്തെ. ഒരു പക്ഷേ യൂട്യൂബിൽ നമ്മളായിരിക്കും ഫസ്റ്റ് ടൈം ആയിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീട്ടിലോട്ട് വിട്ടാലോ? ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാടാണോ എടാ? ഫ്രണ്ട്സ്, നമുക്ക് ആനപ്പിണ്ടം കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടോ. നമുക്ക് ആനപ്പിണ്ടം കണ്ടുപിടിക്കണമെന്നാൽ കാട്ടാനകളുടെ ശല്യം കൂടുതലുള്ളൊരു പ്ലേസ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ എന്തെന്നാൽ നാട്ടിലുള്ള ആനകളുടെ ആനപ്പിണ്ടം കളക്ട് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലേസ് അറിയില്ല, അതുപോലെ ആരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. എനിക്ക് സിമ്പിളായിട്ടുള്ളൊരു വഴി ഇതാണ്. എനിക്കറിയാവുന്നൊരു ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി എത്ര ദൂരമുണ്ട്? അയ്യോ, ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടി കേട്ടോ. ഇത് കുറച്ച് പഴയതാ തോന്നുന്നു അല്ലേ? ഇതൊരു പഴയ ആനപ്പിണ്ടമാണ്, നമുക്കിത് ആവശ്യം വരുന്നില്ല. ഇവിടെ ആന വന്നിട്ട് അയ്യോ, ഇവിടെ ആന വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ആനപ്പിണ്ടങ്ങളെല്ലാം ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം എടുക്കണം. അതിനായിട്ട് അയ്യോ, ഇനി നമ്മുടെ ആനപ്പിണ്ടം ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കുഞ്ഞു ബക്കറ്റ്, അതുകൊണ്ട് ഇത്രയും ഒരുമിച്ച് ഇളക്കാനായിട്ട് പറ്റില്ല. നമുക്ക് കുറച്ച് കുറച്ചായിട്ട്
ഇളക്കി നോക്കാം. നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നർ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് ഇതെല്ലാം ഒഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മളൊരു ബോട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒഴിക്കാനായിട്ടാണ്. അയ്യോ, നല്ല ടെമ്പറായ പോലെ ഉണ്ട്. ഓക്കെ, ഇത് ഫില്ല് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുക്കും തോന്നുന്നു അല്ലേ? ഇതിനകത്ത് വരുമ്പോൾ നല്ല ടൈറ്റ് ആകുന്നുണ്ട് കേട്ടോ. ഇത് ചില സമയങ്ങളിൽ ഇത് അതിനകത്തേക്ക് പോകുന്നില്ല. അയ്യോ, ഇനി കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് ഒഴിക്കാം. ഇത് IV സെറ്റാണ്. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലെല്ലാം മേടിക്കാൻ പറ്റും. അതുപോലെ നമ്മളൊരു MC കൂടെ മേടിച്ചു കേട്ടോ. MC മാക്സിമം മിക്സ് ചെയ്ത് എയറൊന്നും പുറത്തു പോകാത്ത രീതിയിൽ കണ്ടെയ്നറിൽ IV സെറ്റ് ഫിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, കംപ്ലീറ്റ് ആയി. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എക്സ്പെരിമെൻറ്റ് ശരിക്കും ഒന്ന് ഫ്ലോപ്പായിട്ടോ. അതായത് നമ്മൾ MC ഉപയോഗിച്ച് പാക്ക് ചെയ്ത ഭാഗത്ത് കൂടെ ഗ്യാസ് എല്ലാം പുറത്തേക്ക് പോയി. കണ്ടോ, ഇത് നമ്മൾ വീണ്ടും പുതിയൊരു MC നമ്മൾ ഇതിനകത്ത് പാക്ക് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് കൂടെ എല്ലാം കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് കൂടെ എല്ലാം ഗ്യാസ് ലീക്കാകുന്നുണ്ട്. നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഇവിടെ ഫെയിലായിട്ടോ. നമ്മൾ വീണ്ടും ആനപ്പിണ്ടങ്ങളെല്ലാം തന്നെ കളക്ട് ചെയ്യുകയാണ് കേട്ടോ. ഒടുക്കത്തെ സ്മെല്ലടാ അവിടെ. എടാ, ഇവിടെ കുഞ്ഞാനകളോട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ക്യാമറ മച്ചാൻ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിൽക്കുക കേട്ടോ ഇവിടെ.
ആ സഞ്ചി താടാ, ഇതെല്ലാം കളക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആനപ്പിണ്ടങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് മീനടാ, കണ്ട. പക്ഷെ ക്യാമറയിൽ കാണുമോയെന്നറിയില്ല. അയ്യോ, അയ്യോ, ഇവിടെ കുഴിയുണ്ട് കേട്ടോ. ഈ മുള്ള ഇവിടെ നോക്കി പോയത്, ഇവിടെ മുള്ളുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ അവിടെ മുള്ളുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവാം. നമ്മൾ കളക്ട് ചെയ്ത ആനപ്പിണ്ടങ്ങളെല്ലാം കൂടെ ഇനിയൊരു കണ്ടെയ്നറിനകത്തുകൂടെ നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ ഒരിക്കലും ലീക്ക് വരില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു ഹോള് കൂടെ അതിനകത്ത് ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കണ്ടെയ്നറിൻ്റെ ക്യാപ്പിൽ ഹോൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് MC ഉപയോഗിച്ച് IV സെറ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് എടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആനപ്പിണ്ടത്തിനകത്ത് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കണ്ടെയ്നർ ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് ഉപയോഗിച്ചൊന്ന് ടൈറ്റായിട്ടൊന്ന് അടച്ച് വെക്കണം. നമ്മളൊരു 4 ആഴ്ചത്തോളം ആനപ്പിണ്ടം കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ചു കേട്ടോ. നമുക്കിനി അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ്. കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോയിട്ടുണ്ട്. നല്ല ടെമ്പറാട്ടോ. ക്യാമറ ഒന്ന് പിടിച്ചേ. ക്യാമറ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യട്ടോ, എങ്ങാനും പൊട്ടിത്തെറിച്ചാ. റെഡിയല്ലേ? ഓക്കെ, നമ്മുടെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയില്ലേ?
ഫ്രണ്ട്സ്, ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് വീഡിയോ നമ്മൾ ഒരുപാട് ടൈം ക്യാമറയ്ക്ക് പുറകിൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോസുമായിട്ട് ഇനിയും കാണുമെന്നൊരു പ്രതീക്ഷയിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ.